ഹൃദയത്തിൽ വചനം സംഗ്രഹിക്കുന്നതിനെ കുറിച്ചാണ് നമുക്കിന്ന് ധ്യാനിക്കാനുള്ളത്. 119 സങ്കീർത്തനത്തിൻ്റെ 11 വാക്യം. എല്ലാ മാതാപിതാക്കളും ഇത് കുട്ടികളെ പഠിപ്പിക്കണം. എല്ലാ കുട്ടികളും കൂട്ടുകാരെ പഠിപ്പിക്കണം. എല്ലാ സൺഡേ സ്കൂൾ അധ്യാപകരും യൗവനക്കാരെ പഠിപ്പിക്കണം. ദൈവമേ, ഞാൻ അങ്ങയോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് അവിടുത്തെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ദൈവമേ, ഞാൻ അങ്ങയോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ചോദ്യം: ഇന്ത്യക്കെതിരെ ഉള്ള കുറ്റം ചെയ്യാതിരിക്കണമെങ്കിൽ ഇന്ത്യയുടെ നിയമങ്ങൾ അറിഞ്ഞിരിക്കും. ഞാൻ പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുമല്ലോ അല്ലേ? എന്നാൽ ചൈനയിൽ ചെല്ലുമ്പോൾ നിയമം വേറെയാണ്. കൊറിയയിൽ ചെല്ലുമ്പോൾ ഒരു രക്ഷയില്ലാത്ത നിയമം. ഈ പത്തനംതിട്ട ജില്ലക്കാരനായ മൈലപ്പുറക്കാരനായ ജോർജ് എന്നു പേരുള്ള ഒരു സ്നേഹിതൻ കൊറിയയിൽ പോയ കാര്യം യൂട്യൂബിൽ ഞാൻ കണ്ടു. ഞാനത് കേട്ടിട്ട് വല്ലാതെ ആശ്ചര്യപ്പെട്ടു. ജോർജ് സാറിനെ ദൈവം കാത്തു പരിപാലിച്ച വിധങ്ങൾ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിച്ചു. വളരെ വ്യത്യസ്തമായ നിയമങ്ങളാണ്. വളരെ വ്യത്യസ്തമായ നിയമങ്ങളാണ്. അപ്പോ ഒരു ഗവൺമെന്റിന്റെ ശിക്ഷ നമുക്ക് കിട്ടാതിരിക്കണമെങ്കിൽ നമ്മൾ ആ ഗവൺമെന്റിന്റെ നിയമം അനുസരിക്കണമെങ്കിൽ നമ്മൾ ഏകദേശം അതിനെക്കുറിച്ച് അറിയണം. ഒരു വക്കീലിനെ പോലെ നിയമം പഠിക്കേണ്ട ആവശ്യമില്ലെങ്കിലും പഠിക്കണം. പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തെ പത്രസമ്മേളനത്തിന് ബഹുമാന്യനായ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് കയ്യിൽ പിടിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു ചെറിയ ഒരു പതിപ്പ്. ഇതിനെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് ആവർത്തിച്ചു പറയും. വാസ്തവത്തിൽ ഇന്ത്യയിൽ ജീവിക്കുന്നവൻ ഇന്ത്യയുടെ നിയമങ്ങൾ അറിയണ്ടേ? ഞാന് കാറിന്റെ ഡ്രൈവർ സീറ്റിന് അടുത്തുള്ള സീറ്റിൽ കയറാറില്ല, പുറയിലേ കയറാറുള്ളൂ. കാരണം ഫ്രണ്ടിലിരിക്കുന്ന 2 പേരും ബെൽറ്റ് ഇടണം. എൻ്റെ ഒരു സ്നേഹിതൻ വല്ലപ്പോഴും നാട്ടിൽ വരും. അവൻ UAE-യിലാണ്. അവൻ വണ്ടി ഓടിക്കുമ്പോൾ കയറുന്ന വഴി എന്നോട് പറയും, അങ്കിൾ പ്ലീസ് ബെൽറ്റ്, പ്ലീസ് ബെൽറ്റ്. അപ്പൊ എൻ്റെ വിചാരം ഡ്രൈവർ മാത്രം ഇട്ടാൽ മതി എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയോട് തെറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ ഇന്ത്യയുടെ നിയമങ്ങൾ അറിയണം. ഇനി വാക്യം നമുക്ക് നോക്കാം. ദൈവമേ, ഞാൻ അങ്ങയോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് അവിടുത്തെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിക്കുന്നു. ദൈവത്തോട് പാപം, അതാണ് വിഷയം. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന്. ആരോട് പാപം? ദൈവത്തോട് പാപം. എന്താ ദൈവത്തോടുള്ള പാപം? എൻ്റെ സുഹൃത്തിനെ ഞാൻ ഉപദ്രവിച്ചാൽ അത് അവനോടുള്ള പാപവുമാണ്, ദൈവത്തോടുള്ള പാപവുമാണ്. മുടിയമ്പുത്രൻ തിരിച്ചു വരുമ്പോൾ പറയുന്ന വാക്കിതാണ്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കെതിരെ പാപം ചെയ്യും. പുകവലി, മദ്യപാനം, ദുർനടപ്പ്, ഇത് 3 നമുക്കെതിരെയുള്ള പാപമാണ്. ദൂഷണം, ദുർഭാഷണം, ചതി, വഞ്ചന, പക, പിണക്ക്, ഇതെല്ലാം മറ്റു മനുഷ്യരോടുള്ള പാപമാണ്.
ദൈവിക വിഷയങ്ങളിൽ കാണിക്കുന്ന അവിശ്വസ്തത ദൈവത്തോടുള്ള പാപമാണ്. പക്ഷെ എല്ലാം ദൈവത്തോടുള്ള പാപമാണ്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടത്, നിന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിറച്ചു വയ്ക്കും. സന്തോഷമായോ? പിണങ്ങല്ലേ? നാളെ കേൾക്കണേ, പങ്കുവയ്ക്കണേ. ഗോഡ് ബ്ലെസ്. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.